ആശയങ്ങളല്ല ഗീതയിൽ. കർമ്മയോഗത്തിന്റെ ആ കർമ്മയോഗ പ്രകരണത്തില് ഗീതയിൽ വേറെ ഒന്നും ഈ ഉപനിഷത്തിനോട് യോജിച്ചു പോകുന്നതായിട്ടില്ല. കർമ്മയോഗമായിട്ട് ഉപനിഷത്തിൽ ഇല്ല. ഉപനിഷത്ത് സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വരുന്ന ജീവിത രീതിയാണ് കർമ്മയോഗം. അതിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി. നിഷ്കാമകർമ്മമാണ് ഗീത ഉയർത്തിപ്പിടിക്കുന്നത്. കർമ്മയോഗം എന്ന് പറയുന്നത് നിഷ്കാമകർമ്മമാണ്. കാമമില്ലാതെ കർമ്മം ചെയ്യുക. ഇതല്ലാതെ ഉപനിഷത്തിൽ പറയുന്ന കർമ്മയോഗമല്ലാതെ. ഉപനിഷത്തിലെ കർമ്മയോഗം നിഷ്കാമമായിട്ട് ചെയ്യലല്ല, ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യണം. എന്താണ് ഈ ഫലം ആഗ്രഹിക്കാതെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ അർത്ഥം? കർമ്മത്തിന് എന്തായാലും ഒരു ഫലമുണ്ട്. സാമാന്യ ബുദ്ധി കൊണ്ടും സാമാന്യ യുക്തി കൊണ്ടും നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു വസ്തുത, നമ്മൾ എന്ത് കർമ്മത്തിന് പുറപ്പെടുമ്പോഴും വ്യക്തമായ സങ്കല്പത്തോടു കൂടി മാത്രമേ പുറപ്പെടാവൂ എന്നാണ്. കർമ്മത്തെ പറ്റി നമുക്കൊരു സങ്കല്പം വേണം. സങ്കല്പമാണ് കർമ്മത്തിന്റെ അർത്ഥം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ബാഹ്യ വ്യാപാരമല്ല കർമ്മം. ആ സമയത്ത് മനസ്സിന്റെ വ്യാപാരം എന്താണോ അതാണ് യഥാർത്ഥ കർമ്മം. അത് വെച്ചിട്ടാണ് കർമ്മത്തെ വിലയിരുത്തേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ സങ്കല്പം ഉണ്ടായേ മതിയാവുള്ളൂ. കർമ്മത്തെ സംബന്ധിച്ച് സങ്കല്പം വേണം, കർമ്മത്തിന്റെ ഫലത്തെ സംബന്ധിച്ചും സങ്കല്പം വേണം. ഈ കർമ്മം ഇന്ന ഫലം ഉണ്ടാക്കണം എന്ന് സങ്കല്പിച്ച് വേണം കർമ്മം ചെയ്യാൻ. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഒരു ഫലത്തിന് വേണ്ടിയാണ് കർമ്മം. ഫലം വേണ്ടെങ്കിൽ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫലം എനിക്ക് വേണോ എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ ഒരു വ്യക്തിക്ക് തനിക്ക് ഫലം കിട്ടാൻ വേണ്ടി കർമ്മം ചെയ്യാം, ലോകത്തിന് ഫലം കിട്ടാൻ വേണ്ടിയും കർമ്മം ചെയ്യാം. ഈ രണ്ടിൽ ഏത് കർമ്മമാണ് ചെയ്യാൻ യോഗ്യം? ഏതാണ് കർമ്മയോഗം ആവുക? തൻ്റെ ഫലത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം കർമ്മയോഗമാവില്ല. അത് സ്വാർത്ഥകർമ്മം, ഒരിക്കലും കർമ്മയോഗമല്ല. അത് സാധനയാവാൻ യോഗ്യമല്ല, ഉപാസനയാവാൻ യോഗ്യമല്ല. അതുകൊണ്ട് ധർമ്മത്തിനോ സത്യത്തിനോ ഒരു ഗുണവുമില്ല, ലോകത്തിനും ഗുണവുമില്ല. അപ്പോ ഈ രണ്ടാമത്തെ വശം, തനിക്ക് വേണ്ടി അല്ലാതെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ജഗത്തിന് വേണ്ടി. സമൂഹത്തിന്റെ കുറച്ചും കൂടി വലിയ പതിപ്പാണ് ജഗത്ത്. ജഗത്തിന്റെ ചെറിയ രൂപമാണ് സമൂഹം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ സമാജാർത്ഥമായിട്ട് അല്ലെങ്കിൽ ജഗത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് കർമ്മയോഗമാവുന്നത്. എല്ലാ കർമ്മങ്ങളും അങ്ങനെ ചെയ്യണമെന്നാണ്. ഓരോ സങ്കല്പവും വാക്കും പ്രവൃത്തിയും ജഗത്തിന്റെ ഹിതം സാധിക്കാൻ സങ്കല്പിച്ച് വേണം ചെയ്യാൻ. ഇതാണ് കർമ്മയോഗത്തിന്റെ ആദർശം. ഇത് ഗീതയിൽ പറയുന്നില്ല. ഗീത ഫലത്തിൽ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാനാണ് പറയുന്നത്. ഫലത്തിൽ ആഗ്രഹിക്കാതെ ചെയ്താൽ അത് ഉപനിഷത്തിന്റെ സിദ്ധാന്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കർമ്മയോഗമാവില്ല. ആത്മാനമേവ ലോകമുപാസീത എന്ന മന്ത്രത്തോട് ചേർത്ത് വേണം കർമ്മയോഗത്തെ ചിന്തിക്കാൻ. ജഗത്തിനെ താനായിട്ട് ഉപാസിക്കണം. ഞാൻ തന്നെയാണ് ജഗത്ത്. ഞാനും ജഗത്തും രണ്ടല്ല.
അപ്പോൾ താൻ തന്നെയായ ജഗത്തിനെ താൻ ഉപാസിക്കുക, താനായിട്ട് തന്നെ ഉപാസിക്കുക, തന്നിൽ നിന്ന് അന്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഉപാസിക്കുക. ആ ഉപാസനയുടെ ഭാഗമാണ് കർമ്മയോഗം. അപ്പൊ എല്ലാ കർമ്മങ്ങളും ജഗത്തിന്റെ ഹിതത്തിനു വേണ്ടി. അത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും അതിനെക്കുറിച്ച് പറയുക, ആത്മാർത്ഥം പാചയെന്ന അന്നം എന്ന് വാക്യമുണ്ട്. ആത്മാർത്ഥം തനിക്ക് വേണ്ടി അന്നം ന പാചയേ, ഭക്ഷണം പാകം ചെയ്യരുത്. അപ്പൊ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും തനിക്ക് വേണ്ടി ആവരുത്, അതും ജഗത്തിന്റെ ഹിതത്തിന് വേണ്ടി. അതുകൊണ്ട് ജഗത്തിന്റെ ഹിതം നടക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനോട് പ്രസക്തിയില്ല. സങ്കല്പത്തിനാണ് പ്രാധാന്യം. അപ്പൊ ഒരാൾ തനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അന്നം കൊണ്ട് അത് രണ്ടാമതൊരാൾ കൊടുക്കാൻ തികയുന്നതായിരിക്കില്ല. തനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരാൾ വയ്ക്കുന്നത്. എന്നാലും അത് പാകം ചെയ്യുമ്പോൾ ഇത് എനിക്കുണ്ണാൻ വേണ്ടിയാണ് എന്ന് സങ്കല്പിച്ചിട്ട് ആ അന്നം പാകം ചെയ്യരുത്. അത് ജഗത്തിന്റെ ഹിതത്തിന് വേണ്ടി എന്ന് സങ്കല്പിച്ചിട്ട് ചെയ്യണം. സങ്കല്പിക്കാൻ ആയിട്ട് ആർക്കും പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പൊ അതുപോലും ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചിട്ട് ചെയ്യണം എന്നാണ് പറയുക. ഇതാണ് കർമ്മയോഗം എന്ന ആദർശം. അപ്പോൾ ഗീതയിലെ കർമ്മയോഗം ശരിയായ കർമ്മയോഗമല്ല. കർമ്മയോഗത്തെ പോലും മാറ്റം വരുത്തി, കർമ്മയോഗത്തിന്റെ നിർവചനം തന്നെ മാറ്റി, മൂലസങ്കല്പം മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഗീത വേറെ ഒരു ആശയമാണ് അവതരിപ്പിക്കുന്നത്, ഉപനിഷത്തിന്റെ ആശയമല്ല. ഉപനിഷത്തിന്റെ സിദ്ധാന്തം അല്ല ഗീതയുടെ സിദ്ധാന്തം. അതുപോലെ ഉപനിഷത്തിന്റെ കർമ്മയോഗമല്ല ഗീതയുടെ കർമ്മയോഗം. പക്ഷെ ആ കർമ്മയോഗത്തിൽ ഒരുപാട് ആശയങ്ങൾ ഗീതയിൽ വരുന്നുണ്ട്. 3-ാം അധ്യായവും 4-ാം അധ്യായവും നേരിട്ട് കർമ്മം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ പേര് തന്നെ അങ്ങനെയാണ്. പക്ഷെ അതിൽ മാത്രമല്ല വേറെ അധ്യായങ്ങളിലുണ്ട്. അങ്ങനെയുള്ള എല്ലാ അധ്യായങ്ങളിലും വരുന്ന കർമ്മയോഗ ആശയങ്ങൾ ക്രോഡീകരിച്ചിട്ടാണ് നമ്മൾ കർമ്മയോഗ പ്രകരണം എഴുതിയത്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. എവിടെയൊക്കെയാണ് ഈ മൂലസങ്കല്പം മാറ്റിയത്? അതങ്ങനെ മാറ്റിയപ്പോ ആ മൂലസങ്കല്പത്തെ പൂർത്തീകരിക്കാൻ ആവശ്യമുള്ള ചില ശ്ലോകങ്ങൾ തന്നെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതാണ് നഷ്ടപ്പെട്ട ശ്ലോകം എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചത്, ഈ കർമ്മയോഗ പ്രകരണത്തിൽ കാണിച്ചത്. അപ്പൊ ആ ആശയങ്ങളും കൂടി ചേർത്ത് വെച്ച് വേണം കർമ്മയോഗം ചിന്തിക്കാൻ. മൊത്തത്തിൽ നോക്കുമ്പോ ഈ ഉപനിഷത്തുകളിൽ എങ്ങനെ താല്പര്യത്തെ ഹനിച്ചു കളഞ്ഞത് അത് തന്നെ ഗീതയിലും ചെയ്തിട്ടുണ്ട്. അതിലും ഈ കപടശാസ്ത്രങ്ങൾ കുമിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സാഖ്യം പറയേണ്ടതിന്, സാഖ്യം കപടശാസ്ത്രമാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. സത്വരജസ്തമോ ഗുണങ്ങളാണ് ജഗത്തിന്റെ ആധാരം. അതാണ് ജഗത്തായി തീരുന്നത്. ജഗത്തിന്റെ കാരണം ത്രിഗുണങ്ങളാണ്. എല്ലാം ത്രിഗുണാത്മകമാണ്. ആ ത്രിഗുണം ജഡമാണ്. അത് പരിണമിച്ചുണ്ടാകുന്നതാണ് മനസ്സും ബുദ്ധിയും ഒക്കെ. അതുകൊണ്ട് മനസ്സും ബുദ്ധിയും ജഡം തന്നെയാണ്. ജഡമായ മനസ്സ് ജഡമായ ജഗത്തിനെ അറിയുന്നു എന്നതാണ് ഈ സാങ്കേതിലെ സങ്കല്പം. ഈ സാങ്കേതിന്റെ സിദ്ധാന്തം അങ്ങനെ തന്നെ എടുത്ത് അതിൽ ചെറിയ മാറ്റം വരുത്തിയാണ് വേദാന്തമാക്കിയത്. ഇതേ ത്രിഗുണവാദം എടുത്ത് അതിനെ മൂലപ്രകൃതി എന്ന് കൽപ്പിച്ചു. സാങ്കേതികം തന്നെയാണ് ചെയ്തത്. കപിലനും മൂലപ്രകൃതിയായിട്ട് പറഞ്ഞു. വേദാന്തവും അതിനെ തന്നെ മൂലപ്രകൃതിയായിട്ട് പറഞ്ഞു. ആകെ ഒരു വിശേഷം ചെയ്തത് ഇത് ബ്രഹ്മത്തിന്റെ അചിന്ത്യ ശക്തിയാണ് എന്നും കൂടി പറഞ്ഞു. അത് വേദാന്തത്തിന് അദ്വൈതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സാഖ്യം ദ്വൈതമാണ്. അതിനെ അദ്വൈതമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ പറയുന്ന ബ്രഹ്മവും
ശക്തിയും രണ്ടല്ല, ബ്രഹ്മത്തിൻ്റെയാണ് ശക്തി. ബ്രഹ്മത്തിൻ്റെയാണ് ശക്തിയെങ്കിൽ ശക്തിയും ശക്തനും തമ്മിൽ ഭേദമില്ല. ഗുണഗുണികൾക്ക് സമവായ സംബന്ധമാണ് ഉണ്ടാകേണ്ടത്. സമവായ സംബന്ധം എന്ന് പറഞ്ഞാൽ അഭേദ സംബന്ധമാണ്. രണ്ടല്ല എന്നതിലേക്കുള്ള സംബന്ധമാണ് സമവായ സംബന്ധം എന്ന് പറയും. അപ്പൊ ശക്തനും ശക്തിക്കും തമ്മിൽ സമവായ സംബന്ധമാണ് ഉള്ളത്. ഒരിക്കലും ഇതിന് പിരിയാൻ സാധിക്കില്ല. രണ്ടായിട്ട് വേദാന്തം എങ്ങനെ പറഞ്ഞു? ഇത്ര ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ബ്രഹ്മമുണ്ട്, അതില്ലാതിരിക്കുന്ന ബ്രഹ്മമുണ്ട്. ഇതെങ്ങനെ സാധിക്കും? ഇനി വേറൊരു രസം, ഈ ത്രിഗുണാത്മികയായ മൂലപ്രകൃതിയെ ബ്രഹ്മത്തിന്റെ ശക്തി എന്നാണ് വേദാന്തം പറയുന്നത്. ബ്രഹ്മത്തിന്റെ ശക്തി. അപ്പൊ ബ്രഹ്മത്തിന്റെ ശക്തി ഇത്ര ഗുണമാണെങ്കിൽ അതില്ലാതിരിക്കുമ്പോൾ ബ്രഹ്മം ശക്തിയില്ലാതെയല്ലേ ഇരിക്കുന്നത്, അശക്തനായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ ബ്രഹ്മം ശക്തിയോട് കൂടിയും ശക്തിയോട് കൂടാതെയും ഇരിക്കുന്നുണ്ടോ എന്ന ചോദ്യം വരുന്നു. ബ്രഹ്മം എന്ന ആശയം തന്നെ വിപരീതമാക്കി എടുത്തുള്ളതാണ്. സത്തിനെ വിപരീതമാക്കി കൽപ്പിച്ചതാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥത്തിൽ സത്താണ് ബ്രഹ്മം. ബ്രഹ്മണാത് ബ്രഹ്മ, ബ്രഹ്മണം ചെയ്യുന്നത് കൊണ്ട് ബ്രഹ്മം. ബ്രഹ്മണം ചോദിച്ചാൽ വികസിക്കുക. സത്താണ് വികസിക്കുന്നത്. സത്ത് സങ്കല്പിക്കുമ്പോൾ വികാസം ആരംഭിക്കുന്നു. അതിപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു. വികസിക്കുന്നു, അത് പരിണമിക്കുന്നു. അതാണ് ജഗത്ത്. അപ്പൊ അതുകൊണ്ട് ഈ ബ്രഹ്മണം ചെയ്യുന്നത് എന്താണ് ചോദിച്ചാൽ സത്താണ് ബ്രഹ്മണം ചെയ്യുന്നത്. അതുകൊണ്ട് സത്താണ് ബ്രഹ്മം, വേറെ ബ്രഹ്മമില്ല. വേദാന്തം ഈ സത്തിൽ നിന്ന് വേറെ ആയിട്ടൊരു ബ്രഹ്മത്തെ കൽപ്പിച്ചു. സത്ത് പരിണമിച്ച് ജഗത്താകുന്നു. ബ്രഹ്മമാവട്ടെ അപരിണാമിയാണ്. ഒരിക്കലും ഒരു മാറ്റവും വരില്ല. ഇങ്ങനെ ഇതെല്ലാം വിപരീതമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഭാരതീയ വിദ്യയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഒരു മഹാപ്രയത്നത്തിന്റെ ഭാഗങ്ങളാണ്. ഭാരതീയ വിദ്യ ഇല്ലാതെയാക്കിയതിനെ വിപരീതമായ വിദ്യയെ ഉണ്ടാക്കുക. ആ വിദ്യയാണ് ആര്യവിദ്യ എന്ന് പറയപ്പെടുന്നത്. ഈ ആര്യവിദ്യ എന്ന പേര് വളരെ പ്രസിദ്ധമല്ല എന്ന് തോന്നുന്നു. ആര്യവിദ്യ സുധാകരം എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട്. ഈ ആര്യവിദ്യ ആര്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ വിദ്യ, ആര്യന്മാരുടെ വിദ്യ അല്ലാതെ ആര്യന്മാർക്ക് വേണ്ടി ഇന്ത്യക്കാരുണ്ടാക്കിയ വിദ്യയാണ് ആര്യവിദ്യ. ഇന്ത്യക്കാരാണ് ഭാരതീയ വിദ്യയെ നശിപ്പിച്ചത്. ആര്യന്മാർക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള ബുദ്ധിയും ഇല്ല, ഭാവനയും ഇല്ല. നശിപ്പിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ അവർക്ക്. മമതാ ബാനർജിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ആഗ്രഹം പോലെയുള്ള ആഗ്രഹമാണത്. ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നാൽ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക. ഇത്ര ഉണ്ടായിരുന്നുള്ള ആര്യന്മാർ. ഇവർ രണ്ടുപേരും ആര്യന്മാരായതുകൊണ്ടാണ് ഇവരിങ്ങനെ ആയിപ്പോയത്. അപ്പൊ ആര്യന്മാരുടെ സ്വഭാവം അറിയാൻ ഇവരെ നോക്കിയാൽ മതി. ഇവരെ വെച്ചിട്ട് ആര്യന്മാരെ മനസ്സിലാക്കാം. ആര്യന്മാരുടെ സ്വഭാവം അറിയുന്നവർക്ക് ഇവരെ ആര്യന്മാരെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവരുടെ സ്വഭാവത്തിന് വിശദീകരണവും കിട്ടും. ഇങ്ങനെ നമുക്ക് ഈ ഭാരതീയ വിദ്യയെ ഇല്ലാതെയാക്കി അതിന് പകരം കപട ശാസ്ത്രങ്ങളുടെ ഒരു വലിയ പ്രളയം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാരതത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ആ കപട ശാസ്ത്രങ്ങളെ ശാസ്ത്രങ്ങളായിട്ട് വിചാരിച്ചുകൊണ്ടാണ് ഇന്നും ഭാരതീയർ ജീവിക്കുന്നത്. ഒരുപക്ഷെ ഇന്നിപ്പോ നമ്മൾ ഈ ശരിയായ ശാസ്ത്രം പറഞ്ഞാൽ വിദേശികൾ സ്വീകരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ഇത് ഭാരതീയർക്ക് സ്വീകരിക്കാൻ. വിദേശികൾ പെട്ടെന്ന് സ്വീകരിക്കും, കാരണം അവർക്ക് ഈ കപടശാസ്ത്രത്തിന്റെ സ്വാധീനം അവരിലില്ലല്ലോ. അതുകൊണ്ട് അവർക്കത് വേഗം മനസ്സിലാവുകയും ചെയ്യും, അവർ വേഗം അംഗീകരിക്കുകയും ചെയ്യും. ഭാരതീയർക്കാണ് ഇത് അംഗീകരിക്കാൻ വിഷമം വരാം.
കാരണം അവർ കപടശാസ്ത്രത്തെ അത്ര കണ്ട് സാത്മീകരിച്ചിരിക്കുന്നു. സാത്മ്യമായി പോയാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാണല്ലോ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഗീതയെ നമ്മൾ നോക്കുമ്പോൾ ഈ ഉപനിഷത്തിന്റെ സാരമാണ് ഗീത എന്ന കേട്ട് കേൾവി, അങ്ങനെ പറച്ചിൽ മാത്രമുണ്ട് എന്നേ ഉള്ളൂ. അത് വാസ്തവമല്ല. ഉപനിഷത്തിന്റെ സാരമല്ല ഗീത. ഉപനിഷത്തിന്റെ സാരം ഗീതയിലെങ്കിലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരുപാട് കാപട്യങ്ങള്, വഞ്ചനകള് ഉടനീളം ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടുക, രക്ഷപ്പെടാൻ താല്പര്യമുള്ള ആളുകളെ രക്ഷിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ കർമ്മയോഗം എന്ന് പറയുന്നത് നിഷ്കാമകർമ്മം അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കാമമില്ലാതെ കർമ്മം ചെയ്താൽ മാത്രം പോരാ. എന്തിനാണ് കാമമില്ലാതെ കർമ്മം ചെയ്യുന്നത് എന്ന ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കാൻ യഥാർത്ഥ ശാസ്ത്രകാരന്മാർക്ക് സാധിക്കില്ല. ഇപ്പൊ ശങ്കരാചാര്യ പോലുള്ള ആളുകൾക്ക് ഈ ചോദ്യത്തിന്, അതാരും അദ്ദേഹത്തോട് ചോദിച്ചില്ലെങ്കിലും അങ്ങനൊരു ചോദ്യം കൽപ്പിച്ച് അതിന് ഉത്തരം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അദ്ദേഹം അത്രയും വലിയ ശാസ്ത്രകാരനാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കാമ്യകർമ്മങ്ങൾ, വേദങ്ങളിൽ വിധിച്ചിരിക്കുന്ന കാമ്യകർമ്മങ്ങൾ പോലും കാമം ഇല്ലാതെ ചെയ്താൽ അതുകൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകും. ചിത്തശുദ്ധി ഉണ്ടായാലോ, ചിത്തശുദ്ധിയാണ് ജ്ഞാനത്തിന് കാരണം. അപ്പൊ ചിത്തശുദ്ധി ഉണ്ടായാൽ ജ്ഞാനവും ഉണ്ടാകും. അതുകൊണ്ട് ശങ്കരാചാര്യര് ജ്ഞാനയോഗ്യതാ ലക്ഷണമായ ചിത്തശുദ്ധി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ജ്ഞാന യോഗ്യതാ ലക്ഷണമായ ചിത്തശുദ്ധി പശ്വാലംബനം നിഷ്കാമമായിട്ട് ചെയ്താൽ ഉണ്ടാകുമെന്നാണ് ശങ്കരാചാര്യരുടെ അഭിപ്രായം. സാധാരണ ഹിന്ദു നിഷ്കാമമായിട്ട് പശ്വാലംബനം ചെയ്താൽ ചിത്തശുദ്ധിയും ആത്മജ്ഞാനവും മോക്ഷവും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ചൂലെടുക്കില്ലേ? അപ്പൊ ശാസ്ത്രകാരന്മാര് വേറെ ഏതോ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവര് ജനങ്ങളുടെ ലോകത്തിലല്ല. ഇത് ഭാവനയിൽ വിഹരിക്കുന്ന ആളുകളാണ്. വെറും ഭാവനയാണ് പലതും. ആ ഭാവനയെ പരമാർത്ഥമായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഈ സ്വർഗം പോലത്തെ സങ്കല്പങ്ങള് ഭാവനയാണ്. വേദത്തിൽ പറയുന്ന ഈ സ്വർഗം എന്ന് പറയുന്ന സുഖവിശേഷം ഭാവനയിൽ മാത്രമേ ഉള്ളൂ. യാഗം ചെയ്താൽ സ്വർഗം കിട്ടും. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഒരു ദുഃഖവും ഉണ്ടാകാതെ നിരന്തരമായ സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. എന്താഗ്രഹിക്കണോ അത് ഉടനെ മുമ്പിൽ വരും. അപ്പൊ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നിനും എവിടെയും പോകണ്ട, കടയിൽ പോലും പോകേണ്ട ആവശ്യമില്ല. ആഗ്രഹിക്കണത് മുമ്പിൽ വരികയാണല്ലോ. അപ്പൊ കടയിൽ പോയി മേടിക്കണ്ട. ഇത്രയും സുഖമായിട്ടുള്ള ഒരു ജീവിതമാണ് സ്വർഗം. അത് കിട്ടാൻ യാഗം ചെയ്താൽ മതി. ജ്യോതിഷ്ഠോമേന സ്വർഗകാമോ യജേത. ജ്യോതിഷ്ഠോമം എന്ന് പറയുന്ന യാഗം ചെയ്താൽ ഈ സുഖം കിട്ടും എന്നാണ് വേദത്തിന്റെ വാദം. ഇങ്ങനെ ഈ ഭാവന എന്നും ഇത് ഭാവനയുമല്ല, ഭാവന വൈകൃതങ്ങളാണ്. ഈ ഭാവന വൈകൃതങ്ങളെ ശാസ്ത്രമായിട്ട് അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു ജനതയാക്കി ഭാരതത്തെ മാറ്റിയെടുത്തു. അതിന് എത്ര കാലം, എത്ര പേര്, എത്ര പണിയെടുത്തിട്ടുണ്ടാവും എന്ന് ഊഹിച്ചു നോക്കുക. യുക്തിയും ബുദ്ധിയും നശിപ്പിച്ച് ചിന്തിക്കാത്ത മനുഷ്യനെ ഉണ്ടാക്കി, എന്ത് കേട്ടാലും വിശ്വസിക്കാൻ തയ്യാറുള്ള വിഡ്ഢികളെ ഉണ്ടാക്കി.
അങ്ങനെയുള്ള വിഡ്ഢികളുടെ നാടാക്കി ഭാരതത്തെ മാറ്റി. അതിന്നും അങ്ങനെ തുടരുകയാണ്. അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആരും ഇതുവരെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ ഗീതയെ നമ്മൾ സമീപിക്കുമ്പോൾ ഉപനിഷത്തിന്റെ സിദ്ധാന്തങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട്, സിദ്ധാന്തങ്ങൾ മനസ്സിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലെ കപടശാസ്ത്രങ്ങൾ നീക്കി ശരിയായ ഉപനിഷത്തിന്റെ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് ഗീത പഠിക്കണം. ഉപനിഷത്തിന്റെ സാരമാണ് ഗീത. സർവോപനിഷത്തോ ഗാവോ ദോക്താവോ ബാലനന്ദന പാർഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഇതൊക്കെ 2 വയസ്സാകുമ്പോഴേക്കും കാണാപ്പാടം പഠിക്കുകയാണ് നമ്മള്. ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് പഠിച്ചിട്ടാണ് നമ്മൾ അക്ഷരം എഴുതാൻ പഠിക്കണേ, അല്ലേ? നമ്മളൊക്കെ ജീവിതം എങ്ങനെയാ? ഭാരതത്തിലൊരു ശരാശരി ഹിന്ദുവിന്റെ ജീവിതം ഇത് മദ്രസ വിദ്യാഭ്യാസം പോലെയാണ്. അക്ഷരം പഠിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പഠിപ്പിക്കും. ഇതെല്ലാം മനസ്സിൽ അടിച്ചു കയറ്റിയ മനസ്സ് രൂപപ്പെട്ടു വരുന്ന സമയം 2, 3, 4 വയസ്സിൽ ഇതൊക്കെ അടിച്ചു കയറ്റി പിന്നെ കുട്ടികൾക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റാണ്ട് വരുന്നു. അതിന് രക്ഷപ്പെടാൻ തക്കവണ്ണമുള്ള ശാസ്ത്രബോധനം പിന്നെ ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പഠിക്കുന്നതൊക്കെ ഭൗതിക ശാസ്ത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കുട്ടിക്കാലത്ത് കിട്ടിയ വിദ്യയേ ഉള്ളൂ മരിക്കുന്നത് വരെ. പിന്നെ എങ്ങനെ രക്ഷപ്പെടുവര്? ഇതാണ് കഷ്ടം. അപ്പൊ കുട്ടികളെ ആദ്യം തന്നെ കെണിയിൽ വീഴ്ത്തിയിടുന്നു. ആ കെണിയിൽ അവർ ജീവിക്കുന്നു, ആ കെണിയിൽ അവർ മരിക്കുന്നു. അപ്പൊ മദ്രസയെ കുറ്റം പറയണ എന്തിനാ? മദ്രസയെക്കാളും ഭയങ്കരമാണ് നമ്മുടെ കുടുംബം മദ്രസകള്. അവിടെയാണ് നമ്മുടെ ബുദ്ധിയെയും യുക്തിയെയും നശിപ്പിച്ച് നമ്മളെ അന്ധവിശ്വാസികളും ദുരാചാരികളുമാക്കി മാറ്റിയത്. മദ്രസകൾ പൂട്ടണം എന്ന് പറയാം. അത് നിയമവിരുദ്ധമായിട്ടുണ്ടാക്കിയതാണെങ്കിൽ ബലമായിട്ട് പൊളിച്ചളയുകയും ചെയ്യാം. പക്ഷെ ഈ കുടുംബ മദ്രസയെ എന്ത് ചെയ്യും? അമ്മുമ്മയും മുത്തച്ഛനും ആരാണ് പ്രധാനമായിട്ട് വിദ്യ കൊടുക്കുന്ന ആളുകൾ? അച്ഛനും അമ്മയ്ക്കും വേറെ പണിയുണ്ടാവും വീട്ടിലോ, അല്ലെങ്കിൽ അവർക്ക് തൊഴിലുണ്ടാവും. ഇരിക്കുന്ന അമ്മുമ്മയും മുത്തച്ഛനുമാണ്. അവരാണല്ലോ കുട്ടികളെ വളർത്തുക സാധാരണ കുടുംബങ്ങളിൽ. ഇവരാണ് ഈ വിദ്യ തരുന്നത്. ഇതെങ്ങനെ തടയാൻ പറ്റും? എന്തുപായമുണ്ട് ഇത് തടയാൻ? അപ്പോൾ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തെ നമുക്ക് നേരിടാം. ആ സ്ഥാപനം നിയമവിരുദ്ധമാണെങ്കിൽ, അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ നിയമം ഉപയോഗിച്ച് അതിനെ നേരിടാം. പക്ഷെ ഈ കുടുംബ മദ്രസയെ എന്ത് ചെയ്യും? ഈ മുത്തച്ഛനോടും അമ്മുമ്മയോടും ഇവര് ഈ കുട്ടികൾക്ക് അബദ്ധം പറഞ്ഞു കൊടുക്കണം നിരോധിക്കാൻ പറ്റുമോ? ഇതിനെന്തെങ്കിലും നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? ഈ അമ്മുമ്മയും മുത്തച്ഛനെയും ബുൾഡോസർ വെച്ച് തകർക്കാൻ പറ്റുമോ? ഹിന്ദുവിനാണ് വാസ്തവത്തിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്തത്. മുസ്ലിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു പ്രയാസമില്ല. ഈ മദ്രസ പൂട്ടിയാൽ പിറ്റേ ദിവസം മുതൽ മുസ്ലിങ്ങൾ നന്നാവാൻ തുടങ്ങും. പിറ്റേ ദിവസം മുതൽ ഹിന്ദുക്കളോ? നമ്മൾ വീണിരിക്കുന്ന കുഴിയാണ് അധികം ആഴമുള്ളത്. കയറിപ്പോകാൻ പറ്റാത്ത കുഴി നമ്മൾ വീണിരിക്കുന്ന കുഴിയാണ്. പക്ഷെ നമുക്ക് എങ്ങനെങ്കിലും കയറിയേ പറ്റൂ. കുഴിയിൽ കിടന്നു മരിക്കാൻ പറ്റില്ല, കുഴിയിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കരകയറേ പറ്റുള്ളൂ. അപ്പം നമ്മൾ തന്നെ പ്രയത്നിക്കണം. നമ്മൾ പഠനവും ഗവേഷണവും നടത്തണം, നമ്മൾ മനനം ചെയ്യണം, നമ്മൾ തന്നെ പരമാർത്ഥത്തെ സാക്ഷാത്കരിക്കണം. അതേ വഴിയുള്ളൂ. അല്ലെങ്കിലും യഥാർത്ഥ വിദ്യയുടെ വഴി അതാണ്. അവനവൻ സാക്ഷാത്കരിച്ചത് മാത്രമാണ് അവനവനുള്ള വിദ്യ. ബാക്കിയെല്ലാം വിശ്വാസമാണ്. വിശ്വാസം ഏതായാലും അത് അപകടമാണ്. ഇപ്പൊ മതവിശ്വാസം പോലെ തന്നെയാണ് ഉപനിഷത്തിലെ വിശ്വാസവും. വിശ്വസിക്കുന്നേ ഉള്ളുവെങ്കിൽ ഉപനിഷത്ത് കൊണ്ടൊരു പ്രയോജനവും ഇല്ല. അത് അറിഞ്ഞ് അനുഭവിച്ച് അത് ജീവിക്കണം. അപ്പോഴേനും പ്രയോജനം കിട്ടുന്നുള്ളൂ. അപ്പൊ ഇത് അവനവൻ തന്നെ ചെയ്യേണ്ടതാണ്. എന്തായാലും അവനവൻ തന്നെ ചെയ്യണം എന്നതുകൊണ്ട്
നമ്മൾ ഓരോരുത്തരും ആരംഭിക്കുക. നമുക്ക് പ്രേരിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ മുഴുവൻ ഇതിലേക്ക് പ്രേരിപ്പിക്കുക. ഇങ്ങനെ ഒരു സാമൂഹ്യ മാറ്റത്തിന് തിരികൊളുത്തുക. മാറ്റം നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കണ്ട. നമ്മൾ തുടങ്ങിയാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകളും ഉണ്ടാവും. എല്ലാ വലിയ കാര്യങ്ങളും ലോകത്തിൽ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ആരെങ്കിലും തുടങ്ങും, അതാരെങ്കിലുമൊക്കെ ഏറ്റെടുക്കും, അത് വളരും, അത് വിജയിക്കും. അത്രേ ഉള്ളൂ. അപ്പം നമുക്കും ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ. ഇതായിരിക്കണം നമ്മുടെ സമീപനം. ഗീതയെ സംബന്ധിച്ചിടത്തോളം ഈ ഉപനിഷത്തിന്റെ സാരമാണ് എല്ലാ ഉപനിഷത്തിനെയും പശുക്കളാക്കി അതിനെല്ലാം കൂടി കറന്ന് പാലെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് ഗീത എന്ന് പറയുന്ന മറ്റേ 10 കുട്ടിക്കേ വേണ്ടു. ഇതാണ് പറയാറ്. പശുക്കളെല്ലാം കൊണ്ടുവന്നു, പാല് കറന്നു, അത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്, ഇനി എടുത്ത് കുടിക്കേ വേണ്ടു. കയറി നോക്കുമ്പോഴാണ് ഉപനിഷത്തുമായിട്ട് ഇതിനൊരു ബന്ധമില്ലാന്ന് മനസ്സിലാവും. പിന്നെ ഈ ഗീത പഠിക്കുന്ന പലരും ഉപനിഷത്ത് പഠിക്കാതെയാണ് ഗീത പഠിക്കുന്നത്. ഉപനിഷത്ത് പഠിക്കണതോ വേദം പഠിക്കാതെയാണ്. അപ്പൊ വേദത്തിന്റെ സാരമാണ് ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അതും വിശ്വസിക്കും. കാരണം വേദം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് ഹിന്ദുവിന്റെ പ്രശ്നങ്ങള്. അപ്പൊ പഠിക്കാൻ എത്രയാ സാധാരണ ആളുകൾ പറയാറുണ്ട്, ബാക്കിയുള്ളവർക്ക് ഒരു പുസ്തകമേ ഉള്ളൂ എന്നറിയാം. നമുക്ക് കോടിക്കണക്കിന് പുസ്തകം ഇത് എങ്ങനെ പഠിക്കും എന്നാ ചോദിക്കുന്നത്. ഈ കോടിക്കണക്കിന് പുസ്തകങ്ങളാണ് കപ്പട്ട ശാസ്ത്രങ്ങള്. ഉപനിഷത്ത് എന്ന ഒരേ ഒന്ന് പഠിച്ചാൽ യഥാർത്ഥ ഹിന്ദുവാവും, യഥാർത്ഥ ഭാരതീയനാവും, യഥാർത്ഥ ജ്ഞാനിയാവും. ഉപനിഷത്തും മാത്രം പഠിച്ചാൽ മതി. അതിലേക്ക് കപടശാസ്ത്രമൊക്കെ നീക്കിക്കഴിഞ്ഞാൽ അതും ഒരൊറ്റ പുസ്തകത്തിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബൈബിൾ പോലെ ഖുറാൻ പോലെ ഒരു പുസ്തകം പഠിച്ചാൽ നല്ല ഹിന്ദു ആകും എന്നതാണ് സത്യം. ആ സത്യമാണ് മറഞ്ഞുപോയത്. എന്നിട്ടാണ് ഈ പുസ്തകങ്ങളിൽ കുഴിച്ചിട്ട ഹിന്ദു ഉണ്ടായത്. ഇതിലൊക്കെ നമുക്ക് കുറച്ച് യാഥാർത്ഥ്യബോധത്തോട് കുറച്ചൊരു വിപ്ലവ മനോഭാവത്തോടു കൂടിയിട്ട് ഇതിനെ സമീപിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവൂ. ഗീതയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് മനസ്സിലാക്കേണ്ട പ്രാഥമികമായ കാര്യം. ഉപനിഷത്തിന്റെ സാരം അല്ല, അതിലെ കർമ്മയോഗത്തിന്റെ നിർവചനം തന്നെ മാറ്റി കർമ്മയോഗത്തിന്റെ മൂലതത്വം വേറെ ഒന്നാക്കി ആണ് വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഗീത പഠിക്കാൻ. ഇപ്പൊ പറഞ്ഞ